everyone, welcome to iPlus Training Solution. Today we are dealing with part 7 of business finance. In this section we are mainly discussing the international monetary system. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഓൾറെഡി ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തിനാണ് ഈ ഇന്റർനാഷണൽ ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ടോപ്പിക് നമ്മൾ ഈ ബിസിനസ് ഫിനാൻസിൽ പഠിക്കുന്നതെന്നൊക്കെ അല്ലേ? നമ്മൾ ശരിക്കും ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ ആ ഒരു സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്തിരുന്നത്? ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇമ്പോർട്ടൻസ്, ഗ്ലോബലൈസേഷൻ, നമുക്ക് എങ്ങനെ ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇന്റർനാഷണലി നമുക്ക് എങ്ങനെ ട്രേഡ് നടത്താം, അതിന്റെ ഇമ്പോർട്ടൻറ്റ് തിയറീസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, IMF, അങ്ങനെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്നതിന് എന്താവശ്യമാണ്? കറൻസികൾ തമ്മിൽ വിനിമയം നടത്തേണ്ട ആവശ്യമുണ്ട് ഇല്ലേ? അതിനെപ്പറ്റി ഒന്നും എവിടെ ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ അതൊന്നും ഡിസ്കസ് ചെയ്തില്ല. സോ നമുക്ക് ഇന്ന് നമ്മൾ ആ ഒരു കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് പഠിക്കുന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. നമുക്കറിയാം ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസാക്ഷൻ ആണ് അല്ലെ? അപ്പൊ ഈ ഇന്റർനാഷണൽ ട്രേഡില് വിവിധ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ആവശ്യമാണ്? കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടതും ആവശ്യമല്ലേ? അതായത് ഓരോ രാജ്യങ്ങളുടെ കറൻസി എങ്ങനെയായിരിക്കും? ഇപ്പൊ ഇന്ത്യയില് റുപ്പിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്നാൽ അമേരിക്കയിലാണെങ്കിൽ അവർ ഡോളറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ എങ്ങനെയാ? വ്യത്യസ്തമാണ്. അപ്പൊ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ കറൻസികൾ തമ്മിൽ വിനിമയം നടത്തേണ്ട ആവശ്യമല്ലേ? അപ്പൊ ഇതിനു വേണ്ടി ഒരു ഇന്റർനാഷണൽ ലെവലില് ഒരു സംവിധാനം, അതിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു സംവിധാനം ആവശ്യമായിട്ട് വന്നു. ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇന്റർനാഷണലി എഗ്രീഡ് റൂൾസ്, കൺവെൻഷൻസ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇന്റർനാഷണലി എഗ്രീഡ് റൂൾസ്, കൺവെൻഷൻസ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനെ എല്ലാം കൂടി ചേർത്ത് പറയുന്ന ഒരു സിസ്റ്റത്തെയാണ്, അല്ലെ ആ ഒരു ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? IMF വരും, വേൾഡ് ബാങ്ക് വരും, ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് BIS, സെൻട്രൽ ഗവൺമെന്റ് വരുന്നുണ്ട്, സെൻട്രൽ ബാങ്ക് വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്ക് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. നമുക്ക് നോക്കാം അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ്. ഈ IMS, അതായത് ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, അതായത് ഉറവിടം കൊണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് സംവിധാനം എന്ന് പറയുന്നത് ഏതാണ്? ബൈമെറ്റലിസം ആണ്. അതായത് ബിഫോർ 1875 മുൻപിട്ട് നമ്മുടെ രാജ്യത്ത്, അതായത് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്നതിനാവശ്യമായ ആ ഒരു വിനിമയ നിരക്ക് ബൈമെറ്റാലിസം സിസ്റ്റം ആയിരുന്നു. ആ ബൈമെറ്റാലിസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ബൈ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട്. മെറ്റാലിസം എന്ന് പറഞ്ഞാൽ എന്താ? യൂസിങ് മെറ്റൽസ് യൂസ് ചെയ്യുന്നു. എത്ര മെറ്റൽസ് യൂസ് ചെയ്യുന്നു? 2 മെറ്റൽസ്. ഏതൊക്കെയാണ്? ഗോൾഡ് ആൻഡ് സിൽവർ ആയിരുന്നു അവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഗോൾഡ് ആൻഡ് സിൽവറിന്റെ ബേസിസിലായിരുന്നു. ബൈമെറ്റാലിസം, അതായത് ബിഫോർ 1875 എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഗോൾഡ് ആൻഡ് സിൽവറിന്റെ ബേസിസിലായിരുന്നു. അപ്പൊ ഞാനൊരു എക്സാമ്പിളിലൂടെ അത് പറയാം. ഇപ്പൊ 3 രാജ്യങ്ങളുണ്ടെന്ന് വെച്ചോ. A എന്ന് പറഞ്ഞൊരു രാജ്യം, B എന്ന് പറഞ്ഞൊരു രാജ്യം, ആൻഡ് C എന്ന് പറഞ്ഞൊരു മറ്റൊരു രാജ്യം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇന്റർനാഷണൽ ട്രേഡ് നടത്തണം എന്നല്ലേ പറഞ്ഞത്. സോ A എന്ന് പറഞ്ഞ കൺട്രിയിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ ഗോൾഡ് ആണ്. B എന്ന് പറഞ്ഞ കൺട്രിയിൽ യൂസ് ചെയ്യുന്നത് ഗോൾഡും സിൽവറുമാണ്. അതായത് അവിടെയാണ് ബൈമെറ്റാലിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അതായത് രണ്ട് മെറ്റൽസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഗോൾഡും സിൽവറും. ബാക്കി ഇപ്പൊ A എന്ന് പറഞ്ഞ രാജ്യം എന്താ? യൂണിമെറ്റാലിക് ആണ്. ഒറ്റ കറൻസി അല്ലേ അവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് C എന്ന് പറഞ്ഞ കൺട്രിയിൽ സിൽവർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. Aയില് ഗോൾഡ് മാത്രം, B എന്ന് പറഞ്ഞ രാജ്യത്ത് ഗോൾഡ് ആൻഡ് സിൽവർ യൂസ് ചെയ്യുന്നു, ആൻഡ് C എന്ന രാജ്യത്ത് സിൽവർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, A എന്ന കൺട്രിക്ക് B യിൽ നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്താ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് നോക്കുന്നത്?
ഗോൾഡിന്റെ ബേസിൽ, അതായത് എ എന്ന് പറഞ്ഞ രാജ്യത്ത് ഗോൾഡ് മാത്രമേ യൂസ് ചെയ്യുന്നു, ബിയിൽ ഗോൾഡും സിൽവറും ഉണ്ട്. അപ്പൊ എയും ബിയും തമ്മിൽ ട്രാൻസാക്ഷൻസ് നടത്തണമെങ്കിൽ അവിടെ ഗോൾഡിന്റെ ബേസിലല്ലേ നടത്താൻ പറ്റൂ. രണ്ടിടത്തും അവിടെ ഒരുപോലുള്ളത് ഗോൾഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഗോൾഡിന്റെ എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയായിരിക്കും അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, സി എന്ന കൺട്രിയിലേക്ക് എന്ത് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സി എന്ന രാജ്യത്തിന് ഒരു എവിടുന്ന് ബിയിൽ നിന്നൊരു സാധനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരവിടെ ഏത് മെറ്റലായിരിക്കും യൂസ് ചെയ്യുന്നത്? സിൽവർ. അതായത് രണ്ട് രാജ്യങ്ങളിൽ അവിടെ ഒരുപോലെ വരുന്നത് സിൽവർ ആണ്. അപ്പൊ സിൽവറിന്റെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ടായിരിക്കും അവര് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, എയിൽ നിന്നും സിയിലേക്ക് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണം അല്ലെ എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഏത് മെറ്റലാണ് യൂസ് ചെയ്യുന്നത്? എയിൽ നിന്ന് സിയിലേക്ക് വരുമ്പോൾ എയിൽ ഗോൾഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, സിയിൽ സിൽവർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇല്ലേ? അപ്പം അവർക്ക് തമ്മിൽ, അതായത് എയ്ക്കും സിക്കും തമ്മിൽ അവിടെ വിനിമയം നടത്താനായിട്ട്, ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് പറ്റുന്നുണ്ടോ? കാരണം എന്താ, രണ്ടും രണ്ട് മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് തന്നെയാണ് ഈ ബയോമെറ്റാലിസം സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് അവിടെ എറേസ് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്തിന് ബയോമെറ്റാലിക് സിസ്റ്റം അതായത് എല്ലാ രാജ്യങ്ങളും ബയോമെറ്റാലിക് സിസ്റ്റം ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ട്രേഡ് പോസിബിൾ ആകുന്നുള്ളൂ. നോക്കിക്കേ, ഇപ്പൊ എയും സി എന്ന് പറയുന്നത് യൂണിമെറ്റാലിക് സിസ്റ്റം ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. എയിൽ ഗോൾഡ് മാത്രമേ യൂസ് ചെയ്യുന്നു, സിയിൽ സിൽവർ മാത്രം യൂസ് ചെയ്യുന്നു, ബി മാത്രമേ ബയോമെറ്റാലിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു സിസ്റ്റം, അതായത് 1875 മുമ്പിട്ട് ഇന്റർനാഷണൽ ട്രേഡ് നടത്താനായിട്ട് രാജ്യങ്ങൾക്കിടയിൽ ഈ ബയോമെറ്റാലിക് സിസ്റ്റം ഉള്ളത് തന്നെ ഒരു പ്രോബ്ലം ആയിട്ട് മാറി. അതായത് ട്രേഡ് പോസിബിൾ ആകുന്നില്ല. അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും എങ്ങനെയായിരിക്കണം? ബയോമെറ്റാലിക് സിസ്റ്റം ഫോളോ ചെയ്യണം. അതായത് യൂണിമെറ്റാലിക് സിസ്റ്റം ഉള്ളിടത്ത് ഇന്റർനാഷണൽ ട്രേഡിൽ ആ രാജ്യത്തിന് ഏർപ്പെടുമ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഒരു പ്രശ്നമായിട്ട് മാറുന്നു. അങ്ങനെയാണ് ഈ ബയോമെറ്റാലിക് സിസ്റ്റം കൊളാപ്സ് ആയി. അത് ഭാവിയിൽ അങ്ങ് ഇല്ലാതെയായിട്ട് മാറി. മെയിൻ റീസൺ എന്ന് പറയുന്ന ഒരു ലോ ആണ് അവിടെ പറയുന്നത്, ഗ്രേഷംസ് ലോ എന്ന് പറയും. അത് നിങ്ങൾക്ക് വേണ്ടായിരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. അതായത് ഈ ഒരു റീസൺ ഞാനിപ്പോ പറഞ്ഞില്ലേ, അതാണ് ഈ ഗ്രേഷംസ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ ആ ജസ്റ്റ് പേരൊന്ന് ഓർത്താൽ മതി. ഗ്രേഷംസ് ലോസ്, ബയോമെറ്റാലിസം സിസ്റ്റം കൊളാപ്സ് ആകുന്നതിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് ഗ്രേഷംസ് ലോ. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ MCQ അല്ലെങ്കിൽ മാത്ത് ഫോളോയിങ്ങിനകത്ത് കാണാൻ വരുവാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചേക്കാൻ പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം വേണമെങ്കിൽ എന്താ മാത്ത് ഫോളോയിങ്ങിൽ ചോദിക്കാനായിട്ട് പറ്റും. അടുത്ത രണ്ടാമത്, അതായത് ബയോമെറ്റാലിസം കൊളാപ്സ് ആയതിനു ശേഷം വീണ്ടും രണ്ടാമതായിട്ട് വന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് 1875 മുതൽ 1914 വരെ. 1914 ആണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായത്. അപ്പൊ ആ ഒരു സമയത്ത് നിലനിൽക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ 3 റൂൾസ് ആണ് ഉപയോഗിച്ചിരുന്നത് ഈ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ. അതിൽ ഒന്നെന്ന് പറയുന്നത് ഗോൾഡ് ആണ്, അതായത് ഓൺലി ഗോൾഡ് ടു ബി യൂസ്ഡ് ഫോർ ഇന്റർനാഷണൽ പേയ്മെന്റ്. ഇന്റർനാഷണൽ പേയ്മെന്റ് നടത്താൻ വേണ്ടി അവിടെ ഒരു മെറ്റൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ഗോൾഡ്. ഇതിന് നമ്മൾ മിൻ പാരിറ്റി എന്നൊക്കെ പറയും. നമ്മൾ നോട്ട്സിൽ എനിക്ക് തോന്നുന്നു ഇത് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് two-way convertibility between gold and currency at a fixed rate. two-way convertibility എന്ന് വെച്ചാൽ എന്താ, ഒരു രാജ്യത്തിന്റെ അതായത് ഓരോ രാജ്യത്തിന്റെയും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു ഗോൾഡ് ആണ് ഈ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിൽ ഇന്റർനാഷണൽ പേയ്മെന്റ് നടത്താൻ വേണ്ടി ഗോൾഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി two-way convertibility between gold and currency at a fixed rate എന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഓരോ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഒരു ഗോൾഡിന്, അതായത് ഒരു ഔൺസ് ഗോൾഡിന് ഒരു ഫിക്സഡ് റേറ്റ് നിശ്ചയിക്കും. ഇപ്പൊ സപ്പോസ് നോക്കിക്കേ, ഇന്ത്യയിൽ ഒരു ഔൺസ് ഗോൾഡിന് 30 രൂപയാണെങ്കിൽ അപ്പൊ ഇന്ത്യയിലെ ആളുകൾക്ക് എന്ത് ചെയ്യാം, 30 രൂപ കൊടുത്തിട്ട് ഒരു ഔൺസ് ഗോൾഡ് വാങ്ങാം. ആൻഡ് അതുപോലെ തന്നെ തിരിച്ച് ഒരു ഔൺസ് ഗോൾഡ് കൊടുത്തിട്ട് നമുക്ക് എന്തും വാങ്ങാം, 30 രൂപയും വാങ്ങാം. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഓരോ രാജ്യവും ആ ഒരു ഗവൺമെന്റ്, ഓരോ രാജ്യത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ആ ഒരു ഔൺസ് ഗോൾഡിന് ഒരു ഫിക്സഡ് റേറ്റ് നിശ്ചയിക്കും. ഇനി അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഫിക്സഡ് റേറ്റ് എമൗണ്ടും
കറൻസിയുടെ ആ ഫിക്സഡ് റേറ്റ് എമൗണ്ടും ഗോൾഡും തമ്മിൽ കൺവേർട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതാണ് ടു വേ കൺവേർട്ടബിലിറ്റി ബിറ്റ്വീൻ ഗോൾഡ് ആൻഡ് കറൻസി അറ്റ് എ ഫിക്സഡ് റേറ്റ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഫ്രീ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗോൾഡ്, അത് അലോ ചെയ്തിരുന്നു. ഗോൾഡിന്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അലോ ചെയ്തിരുന്നു. അപ്പൊ എന്താണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്? രാജ്യങ്ങൾ തമ്മിൽ ഇന്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ അവർ ഗോൾഡ് ആണ് ഇന്റർനാഷണൽ പേയ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഓരോ രാജ്യവും ഒരു ഔൺസ് ഗോൾഡിന് അവരുടെ രാജ്യത്തിന്റെ കറൻസിയിൽ ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഇന്ത്യയും US തമ്മിലാണ് ട്രേഡ് നടത്തുന്നതെന്ന് വെച്ചോ. അപ്പൊ ഇന്ത്യയിൽ ഒരു ഔൺസ് ഗോൾഡിന് 30 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി US അവിടുത്തെ ഗവൺമെന്റ് ഒരു ഔൺസ് ഗോൾഡിന് $15 ആണെങ്കിൽ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 30 രൂപ എന്ന് പറയുന്നത് $15 ഈക്വൽ ആണെന്ന്. ക്ലിയർ ആയോ? അതാണ് അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ്. ഏതിനകത്തെ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെയാണ്. ഈ ഗോൾഡിന്റെ ബേസിസിലാണ് പറയുന്നത്. ഞാനിപ്പം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. അപ്പൊ ഇന്ത്യയും US തമ്മിലാണ് ട്രേഡ് നടത്തുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഒരു ഔൺസ് ഗോൾഡിന് സപ്പോസ് അത് യഥാർത്ഥ വിലയൊന്നുമല്ല 30 രൂപയാണെങ്കിൽ US ഒരു ഔൺസ് ഗോൾഡിന് $15 ആണെന്ന് വെച്ചോ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 30 രൂപ എന്ന് പറയുന്നത് അവിടുത്തെ $15 ഇക്വലന്റ് ആണ്. അപ്പൊ ആ ഒരു രീതിയാണ്, ആ ഒരു എമൗണ്ട് ആണ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇന്ത്യയിൽ ഒരു ഔൺസ് ഗോൾഡ് കൊടുത്ത് നമുക്ക് $15 വരെ വില വരുന്ന എന്ത് ചെയ്യാം? സാധനങ്ങൾ US നിന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. പക്ഷെ അതും ഈ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡും അധികം നാൾ നിലനിന്നിരുന്നില്ല. അതും കൊളാപ്സ് ആയിപ്പോയി. മെയിൻ കാരണം ഫസ്റ്റ് വേൾഡ് വാർ ആണ്. അതായത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് ഓരോ രാജ്യത്തിനും ഈ കൂടുതൽ ഡിഫൻസ് എക്യുപ്മെന്റ്സും ഒക്കെ വാങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ രാജ്യങ്ങളിലെ ആളുകളെ നിലനിർത്തുന്നതിന് വേണ്ടി, അതായത് അവരുടെ ലൈവ്ലിഹുഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രെയിൻസ് സാധനങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കേണ്ടി വന്നു. അതായത് ഒരുപാട് കറൻസി രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നു. അപ്പൊ രാജ്യങ്ങളുടെ കയ്യിൽ ഗോൾഡ് റിസർവ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പൊ ഈ ഗോൾഡ് കറൻസി തൊട്ട് അധികം പ്രിന്റ് ചെയ്യുന്നതും ഇല്ല. അതായത് ഗോൾഡ് റിസർവിനെ അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഗോൾഡ്, രാജ്യങ്ങളുടെ കയ്യിലുള്ള ഒരു ഗോൾഡ് റിസർവ് നമ്മൾ പറഞ്ഞ ലിമിറ്റഡ് ആണ്. ആ ഒരു ഗോൾഡ് റിസർവിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഇപ്പോഴത്തെ, അതായത് ആ രാജ്യത്ത് അന്നേരമുള്ള കറൻസിയുടെ മൂല്യത്തിന്, സർക്കുലേറ്റ് ചെയ്യുന്ന കറൻസിയുടെ മൂല്യത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ഗോൾഡിന് വാല്യൂ നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ US പോലെയുള്ള രാജ്യങ്ങളിൽ എക്സസീവായിട്ട് കറൻസി പ്രിന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഗോൾഡ് റിസർവിനേക്കാളും കൂടുതൽ കറൻസി കൂടുതലായിട്ട് നിന്നു. അപ്പം ഇതെന്തിന് ഇത് ചെയ്യുന്നുണ്ട്? റൂൾ 2, അതായത് നമ്മുടെ ടു വേ കൺവേർട്ടബിലിറ്റി ബിറ്റ്വീൻ ഗോൾഡ് ആൻഡ് കറൻസി അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എക്സസീവ് ആയിട്ടുള്ള കറൻസി പ്രിന്റിങ് അത് മറ്റൊരു റീസൺ ആയിരുന്നു. ഈ ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് കൊളാപ്സ് ആവുന്നതിന് മറ്റൊരു റീസൺ ആയിട്ട് പറയുന്നത് ഈ എക്സസീവ് ആയിട്ട് കറൻസി പ്രിന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഗോൾഡ് ക്ലാസിക്കൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് കൊളാപ്സ് ആവുന്നതിന്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് ഒന്ന് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. രണ്ടാമത് പറയുന്നത് എക്സസീവ് കറൻസി പ്രിന്റിങ് തന്നെയായിരുന്നു. അപ്പം അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി മൂന്നാമതായിട്ട് വന്നത് ബ്രിട്ടൻ വുഡ്സ് എര. മൂന്നാമതായിട്ട് ഇവോൾവ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് ബ്രിട്ടൻ വുഡ്സ് എര. അത് 1944 മുതൽ 1973 വരെയാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് എന്താണ്? 42 രാജ്യങ്ങള് UN ബ്രിട്ടൻ വുഡ്, അതായത് ന്യൂ ഹാംസ്പിയർ എന്ന് പറഞ്ഞ US ന്യൂ ഹാംസ്പിയറിൽ ബ്രിട്ടൻ വുഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 42 രാജ്യങ്ങളും കൂടി ഒരുമിച്ച് കൂടുകയും അവിടെ പുതിയൊരു മോണിറ്ററി സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഗോൾഡ് സ്റ്റാൻഡേർഡ് അന്ന് കൊളാപ്സ് ആയി. ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ അതിന്റെ കാരണത്താൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് കൊളാപ്സ് ആകുകയും അങ്ങനെ US കൂടിയ ഈ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ അവരൊരു പുതിയൊരു മോണിറ്ററി സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതാണ് നമ്മൾ ഈ പറയുന്ന ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം. അപ്പൊ നമുക്കറിയാം ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ് IMFഉം IBRDയും ഒക്കെ 2 ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഈ ഒരു മീറ്റിംഗിൽ 3 ഓർഗനൈസേഷൻ ആണ് അന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത്. IMFഉം
IBRDയോടൊപ്പം തന്നെ ഒരു ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷനും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് നിലവിൽ വന്നില്ല. പല കാരണങ്ങളാൽ അത് നിലവിൽ വന്നില്ല. അപ്പൊ നമുക്ക് ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതൊരു ഇറ്റ് ഈസ് എ ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഇതില് US$ മാത്രമാണ് ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി എന്ന് പറയുന്നത്. US ഡോളർ മാത്രമാണ് ഈ ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കറൻസി. ഇത് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. അതായത് ഓരോ ബൈമെറ്റാലിസം, പിന്നെ നമ്മൾ പറഞ്ഞ ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഇപ്പൊ ബ്രിട്ടൻ വുഡ്സ് എറ, ഇതിന്റെ എല്ലാ ഫീച്ചേഴ്സ് എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തില് ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞത്, അതായത് ഇവിടെ US$ മാത്രമാണ് നമുക്ക് ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറൻസി എന്ന് പറയുന്നത്. അപ്പൊ US to maintain the price of gold at $35 per ounce and ready to exchange dollar for gold without any restrictions. US അവരുടെ ആ ഒരു ഗോൾഡിന്റെ പ്രൈസുമായിട്ട് ഒരു ഔൺസ് ഗോൾഡ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയായിരുന്നു? $35 ആണ്. ഇനി ഈ ഡോളറിനെ ഗോൾഡുമായിട്ട് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു റെസ്ട്രിക്ഷനും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ മറ്റു രാജ്യങ്ങളിലെ എക്സ്ചേഞ്ച് റേറ്റും എന്തിന്റെ ബേസിലായി? ഓട്ടോമാറ്റിക്കലി അത് ഡോളറിന്റെ ബേസിൽ ആയി. അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കണമായിരുന്നു. അപ്പം ഇതിനെ നമ്മൾ ബ്രിട്ടൻ വുഡ് സിസ്റ്റം ശരിക്കും പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ പറയാം? ഇതൊരു ഗോൾഡ് ഡോളർ സ്റ്റാൻഡേർഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഗോൾഡും ഡോളറും തമ്മിലുള്ള ഒരു വിനിമയ നിരക്കല്ലേ ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പം ഈ രാജ്യങ്ങൾ അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഒന്നുകിൽ എന്തുമായിട്ട് മാറ്റണം? ഗോൾഡ് ആയിട്ട് മാറ്റണം, അല്ലെങ്കിൽ ഡോളറായിട്ട് കരുതണം. അപ്പൊ ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റവും അധികം നാളൊന്നും നിലനിന്നിരുന്നില്ല. പല കാരണങ്ങളായിരുന്നു. അതായത് ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ അവർ മെയിൻലി ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഒന്ന് ലിക്വിഡിറ്റി അല്ലെങ്കിൽ അഡിക്വസി ഓഫ് റിസർവ് പ്രോബ്ലംസ്. എന്താ അവിടെ പറയുന്നത്? ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞ റിസർവ്സ് എന്തൊക്കെ, ഒന്നെങ്കിൽ ഗോൾഡിന്റെ ഫോമിൽ വെക്കണം, അല്ലെങ്കിൽ ഡോളറിന്റെ ഫോമിൽ. എല്ലാ രാജ്യങ്ങളും അവരുടെ കയ്യിലുള്ള റിസർവ് ഒന്നുകിൽ ഗോൾഡ് ആയിട്ട് കരുതണം, അല്ലെങ്കിൽ ഡോളർ ആയിട്ട് കരുതണം. പക്ഷെ ഗോൾഡിന്റെ അവൈലബിലിറ്റി നമ്മൾ പറഞ്ഞില്ലേ ലിമിറ്റഡ് ആണെന്ന്. അപ്പൊ US ആണെങ്കിൽ കൂടുതൽ ഡോളർ പ്രിന്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് അവർക്കിടെ കയ്യില് ലിമിറ്റഡ് ഗോൾഡുമാണ്. ഈ US ആണെങ്കിൽ അധികം ഡോളർ പ്രിന്റ് ചെയ്യാനും തയ്യാറല്ല. അപ്പം രാജ്യങ്ങളുടെ ഇടയിൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ തുടങ്ങി. അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻലി പ്രശ്നം എന്ന് പറയുന്നത് കോൺഫിഡൻസ് പ്രോബ്ലം. അതായത് US ഫസ്റ്റ് സർപ്ലസ് പൊസിഷൻ ആയിരുന്നെങ്കിൽ പിന്നീട് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് കാരണം ഡെഫിസിറ്റ് ബാലൻസിലേക്ക് അത് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഒരു കോൺഫിഡൻസ് പ്രോബ്ലം ഉണ്ടാക്കി. അതായത് US അവരുടെ കറൻസി ഡിവാലുവേറ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസമില്ലാത്ത ഒരു പ്രശ്നം മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ട്. അതാണ് കോൺഫിഡൻസ് പ്രോബ്ലം. അത് മറ്റൊരു പ്രോബ്ലം ആയിരുന്നു. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഉണ്ടായി. അതായത് ജർമ്മനി, ജപ്പാൻ ഒക്കെ പോലെയുള്ള രാജ്യങ്ങളിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് വരികയും എന്നാൽ US ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വരികയും ചെയ്തു. അപ്പം US എന്ന് പറയുന്ന ഒരു വലിയൊരു അംഗരാജ്യമല്ലേ. അപ്പൊ ആ ഒരു രാജ്യത്തിന് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് വരിക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഇഷ്യൂ ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ ഉണ്ടായി. അപ്പൊ ഇതെല്ലാം കാരണം പിന്നെ നിക്സൺ ഷോക്ക് എന്ന് പറഞ്ഞാൽ നിക്സൺ എന്ന് പറഞ്ഞ, അതായത് റിച്ചാർഡ് നിക്സൺ എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പുള്ളി ഈ ഗോൾഡിനെ ഡോളറുമായിട്ട് മാത്രം കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ മാറ്റി. അപ്പൊ ഇതാണ് നിക്സൺ ഷോക്ക്. ഇതെല്ലാം ആണ് എന്തിന് കാരണമായിട്ട് മാറിയത്? ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റം അധികം നാൾ നിലനിൽക്കാതെ, അല്ലെങ്കിൽ ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിൽ അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് ആയിരുന്നു ഇതിത്രേ. പിന്നെ മെയിൻ കാരണം, അതായത് ഇല്ലാതാവാനുള്ള മെയിൻ കാരണം ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ്, പിന്നെ US ഡോളറിൽ ഷോർട്ടേജ് ഉണ്ടായതും, പിന്നെ ഗോൾഡ് ഡിപ്ലീഷൻ ഉണ്ടായി US, നിക്സൺ ഷോക്ക്, ഇതെല്ലാമാണ് പല കാരണങ്ങൾ. ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റം ഇല്ലാതായി മാറാനുള്ള കാരണങ്ങൾ അതൊക്കെയാണ്. ഇനി നമുക്ക് അവിടെ ഓർത്തു വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങളില്ലേ, ഏതൊക്കെയാണ്?
ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ബൈമെറ്റലിസം, പിന്നെ പഠിച്ചത് ഗോൾഡ് സ്റ്റാൻഡേർഡ്, മൂന്നാമത് പഠിച്ചത് ബ്രിട്ടൻ വുഡ് സിസ്റ്റം. അപ്പൊ ഇതെല്ലാത്തിനകത്ത് നമ്മൾ ഒരു കാര്യമാണ് പറഞ്ഞത്, അവിടെ എല്ലാം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, ഒന്നെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ US$ ആൻഡ് ഗോൾഡ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിൽ സിൽവർ ആൻഡ് ഗോൾഡ്, അതെല്ലാം ഒരു ഫിക്സഡ് റേറ്റ് അല്ലേ വരുന്നത്. ഇനിയിപ്പോ നമ്മൾ പഠിക്കുന്നത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ്. അതാണ് പോസ്റ്റ് ബ്രിട്ടൻ വുഡ് പീരീഡ് എന്ന് പറയുന്നത്. പോസ്റ്റ് ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നത് ഈ ബ്രിട്ടൻ വുഡ് സിസ്റ്റം ഏതായിരുന്നു ഇയർ 1973 ശേഷം ഉള്ള പീരീഡാണ് പോസ്റ്റ് ബ്രിട്ടൻ വുഡ് പീരീഡ് എന്ന് പറയുന്നത്. അത് ഇപ്പം നിലനിന്ന് പോകുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണ് പോസ്റ്റ് ബ്രിട്ടൻ വുഡ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം പോസ്റ്റ് ബ്രിട്ടൻ വുഡ് പീരീഡില് മാർക്കറ്റിന്റെ കണ്ടീഷൻസിനനുസരിച്ചാണ് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ കറൻസിയുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ച് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഓട്ടോമാറ്റിക്കലി ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നു. നമ്മുടെ ഇപ്പോഴത്തെ നിലവിൽ ഉള്ള ഒരു സിസ്റ്റം അതാണ് പോസ്റ്റ് ബ്രിട്ടൻ വുഡ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ജമൈക്കൻ എഗ്രിമെന്റ് ആണ്. 1976 ജമൈക്കൻ എഗ്രിമെന്റ് ഫോം ചെയ്തത്. അതും ഈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം തന്നെയാണ് ജമൈക്കൻ എഗ്രിമെന്റിലും പറയുന്നത്. അതിന് മുന്നൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, സ്മിത്സോണിയൻ എഗ്രിമെന്റ് എന്ന് പറയാം, 1971. അപ്പൊ നിങ്ങൾക്ക് അത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. അതായത് ആ ഒരു സ്മിത്സോണിയൻ എഗ്രിമെന്റിനെയാണ് ഈ റിച്ചാർഡ് നിക്സൺ എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നിക്സൺ ഷോക്ക്, ആ റിച്ചാർഡ് നിക്സൺ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് മോണിറ്ററി എഗ്രിമെന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ വേൾഡിന്റെ ചരിത്രത്തിൽ ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് മോണിറ്ററി എഗ്രിമെന്റ് എന്ന് റിച്ചാർഡ് നിക്സൺ വിശേഷിപ്പിച്ചത് ഈ സ്മിത്സോണിയൻ എഗ്രിമെന്റിനെയാണ് 1971. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ജമൈക്കൻ എഗ്രിമെന്റ് ആണ് 1976. അപ്പൊ അവിടെ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഈ ജമൈക്കൻ എഗ്രിമെന്റിൽ അവർ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഡിറ്റർമിൻ എക്സ്ചേഞ്ച് റേറ്റ് വിത്ത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. മാർക്കറ്റ് ആണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെ ഗോൾഡ് എന്ത് ചെയ്തു? ഡിമോണിറ്റൈസ് ചെയ്തു. പിന്നീട് മൂന്നാമത് പറയുന്നത് പ്രിഫറൻസ് ടു ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഫോർ IMF അസിസ്റ്റൻസ്. IMF അസിസ്റ്റൻസ് പ്രൊവൈഡ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് കൂടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ഇതാണ് ജമൈക്കൻ എഗ്രിമെന്റിലെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് ഇത്രയും നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇല്ല. അതായത് NDAയുടെ പുതിയ സിലബസ് വന്നപ്പോഴാണ് ഈ ഒരു ഏരിയ കൊണ്ടുവന്നത്. ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഒക്കെ സിലബസിൽ ഉൾപ്പെടുത്തിയത് പുതിയ സിലബസും പ്രകാരമാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നൊന്നും അധികം പറയാനായിട്ട് പറ്റത്തില്ല. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി അധികം ഒന്നും വരുന്നില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നൊക്കെ MCQ ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു ഇതിനകത്തുനിന്ന് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാം. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ട് അതിനകത്ത് ഉൾപ്പെടാം, ബൈമെറ്റാലിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത്, അങ്ങനെയൊക്കെ രീതിയിൽ ചോദിക്കാം. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.